ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നെന്താ ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നേക്കണേന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ റൂം ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കി റൂം കുറച്ചും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നുണ്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേ ആണ് ജൂലൈ 4. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ റൂമൊക്കെ ഒന്നും കൂടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ശരിയാക്കി എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളോട് പറയാമെന്ന്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ 2-3 ദിവസമായിട്ട് എന്നെക്കുറിച്ച് ഭയങ്കരമായിട്ട് ആലോചിച്ച് ഭയങ്കരമായിട്ട് പ്രൗഡ് ഫീലൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇന്നും കൂടി ഞാൻ എൻ്റെ പഴയൊരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ശരിയും കരഞ്ഞ് ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഓർത്തു നിങ്ങൾക്ക് കുറച്ച് മോട്ടിവേഷൻ തരാമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അതിൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ എൻ്റെ റൂം ഒന്ന് സെറ്റാക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കൂടി ഞാൻ കൊടുത്തേക്കാം. എനിക്ക് തോന്നണം ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇടുമ്പോൾ 1-2 പിള്ളേരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഓർക്കണുണ്ടാവും, ഈ ചേച്ചി എന്തൊരു ലക്കിയാണ് ഇങ്ങനത്തെ കുറേ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ, ഇങ്ങനത്തെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു റൂമൊക്കെ സെറ്റാക്കാൻ പറ്റണല്ലേ. അപ്പോൾ ആ ചേച്ചിക്ക് ഭയങ്കര ഭാഗ്യം കൊണ്ടാണെന്നൊക്കെ ആലോചിക്കണം കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണം. എന്താ പറയണ്ട, എനിക്ക് ഇതൊക്കെ ഒരു ലക്ക് കൊണ്ട് കിട്ടിയതെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഞാനും ഇങ്ങനെ ആലോചിച്ച ഒരാളാണ്, അതും കൂടി കൊണ്ടിട്ട് ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഈ ഒരു ലക്ക് എൻ്റെ ജീവിതത്തിലോട്ട് എങ്ങനെ വന്നെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്കൊരു +2 കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു നല്ല ജീവിതം വേണം, അത്യാവശ്യം പൈസ ഉണ്ടാക്കണം, എന്താ പറയേണ്ടത്, പുച്ഛമുള്ള ആൾക്കാരുടെ മുമ്പിലൊക്കെ ഒന്ന് നല്ല രീതിക്ക് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പല പല വഴികളിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഡ്രോയിങ് ചെയ്ത് നോക്കിയായിരുന്നു യൂട്യൂബിൽ. പക്ഷെ അതിലൊന്നും ഒന്നും ആയതുമില്ല. അത് മാത്രമല്ല, പടം വരക്കണം, എൻ്റെ മുഖമൊന്നും കാണില്ല, എന്നെ ആർക്കും അറിയാനും പറ്റത്തില്ല. അതുകൊണ്ടിട്ട് ഞാൻ ഇൻസ്റ്റയിൽ എൻ്റെ ഡ്രസ്സിൻ്റെ വീഡിയോസ് ഇടാൻ തുടങ്ങി. അത് പല പല രീതിയിൽ ഇട്ട് തുടങ്ങിയായിരുന്നു. ഫാഷൻ ഡിസൈനറായിരുന്നു ഞാൻ. അപ്പോൾ എനിക്കറിയത്തില്ല ഇത് എങ്ങനെ ആൾക്കാരിലോട്ട് എത്തിക്കണം. പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ ഉള്ള അറിയാവുന്നവർക്ക് പാട്ട് പാടി ഡാൻസ് കളിച്ചൊക്കെ ചെയ്യാം. പക്ഷേ എനിക്ക് സ്റ്റിച്ചിങ് ഡിസൈൻ ചെയ്യാനൊക്കെ അറിയുള്ളൂ. അതെങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. പല പല വഴി ഞാൻ ചെയ്തിട്ടുണ്ട്. അവസാനം കുറേ തപ്പിയാണ് ഇപ്പം ഞാൻ ചെയ്യണ പോലത്തെ വീഡിയോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യമൊക്കെ ചെയ്ത വീഡിയോസ് ഒന്നും കയറാണ്ടായി. എൻ്റെ ജീവിതത്തിൽ മൊത്തം പോയ ആ ഒരു എക്സാമോ കാര്യങ്ങളോ ഇതാണ്ട് എൻ്റെ ജീവിതം തൊലഞ്ഞെന്ന് ഞാൻ ഓർത്ത ടൈമിനായിരുന്നു. ലാസ്റ്റായിട്ട് ഇങ്ങനെയും കൂടെ ഇട്ട് നോക്കാമെന്ന് വെച്ചാൽ ഞാൻ ഇട്ട് നോക്കിയത്. ആ വീഡിയോ റീച്ചായി. പിന്നെ ഇട്ടുന്ന എല്ലാ വീഡിയോസും റീച്ചായിട്ട് എനിക്കൊരു 10K ഫോളോവേഴ്സ് ആയപ്പോൾ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോസൊക്കെ ഇടുന്നതെന്നുള്ള ഒരു വീഡിയോയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിക്ക് റീച്ചായി. എനിക്ക് കുറേ ഇൻ്റർവ്യൂ വന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നു. അതിനകത്ത് ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ ഇവിടെ കൊടുക്കാം. ഇതുപോലെ ആയിരുന്നു ഞാൻ ആ ടൈമിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ എന്നെ മുഖമൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നു ഞാൻ ആ ടൈമിന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞു വിഷയത്തിലായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് തയ്ക്കാനായിട്ട് ഇരിക്കാൻ നല്ലൊരു കസേര പോലും ഉണ്ടായില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ കസേരയുടെ ഒരു കാലിൻ്റെ മറ്റേ ഇങ്ങനെ പിടിക്കത്തില്ലേ, ആ ഒരു സാധനം പോലും ഇല്ലാണ്ടാണ് ഞാൻ ആ ടൈമിന് എൻ്റെ വീഡിയോസിലും ആ ടൈമിലൊക്കെ ഞാൻ തയ്ച്ചുകൊണ്ടിരുന്നത്. എൻ്റെ കസേര എൻ്റെ വീട്ടിലാകെ 2 കസേര ഉണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണയിൽ ലച്ചുവിന് ഇരിക്കാനും ഒരെണ്ണം എനിക്ക്. ആ ഒരു കസേരയിൽ ഇരുന്നിട്ട് മിക്ക വീഡിയോസിനകത്തും ആ ഒരു കസേര നല്ലോണം എടുത്തിപ്പുണ്ട്. എനിക്ക് ഇൻ്റർവ്യൂവിനൊക്കെ ആൾക്കാർ വരുമ്പോഴത്തേനും ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, ദൈവം ഈ കസേര ഇട്ട് ഇവിടെ ഇരിക്കണമല്ലോ. എന്നാൽ കസേരക്ക് ഒരു കൈ പോലും ഇല്ല, ഒടിഞ്ഞ് നശിഞ്ഞിരിക്കണേന്ന്. അങ്ങനത്തെ കസേര ഇരുന്നിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ തുടങ്ങിയ ഒരാളാണ് ഞാൻ. അന്നൊക്കെ എൻ്റെ ആ ഒരു റൂമിൽ ആ ഒരു മൂലയായിരുന്നു എൻ്റെ ആഗ്രഹമുള്ളൊരു സ്ഥലം എന്ന് പറയണത്. എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക് നല്ലൊരു റൂം വേണം എന്നുള്ളത്. ഞാൻ പൈസ അത്യാവശ്യം കൂട്ടി വെച്ച്, എനിക്ക് ചെറുതായിട്ട് തയ്ക്കാൻ കിട്ടിയതൊക്കെ വെച്ചിട്ട് കൂട്ടി ഞാൻ വെച്ചിട്ട് എന്താ പറയേണ്ടത് എല്ലാം കൂടി കൂട്ടിയിട്ട് ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു, എനിക്കൊരു റൂം ഇവിടെ ഒന്ന് പണിഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അച്ഛൻ പണിയാൻ പോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, ഇപ്പം തന്നെ മെറ്റീരിയൽസ് എടുത്തോന്ന് പറഞ്ഞിട്ട് കൂട്ടി വെച്ച പൈസ മൊത്തം അച്ഛനെടുത്ത്. എനിക്ക് തോന്നുന്നു 1 മാസം കൊണ്ട് ഈ ഒരു സ്ഥലം മൊത്തം ചെയ്തു തന്നു. എൻ്റെ അച്ഛന് സമയമില്ലാണ്ട് അച്ഛൻ തേക്കണുള്ളായിരുന്നു. ഇവിടെ തേക്കണുള്ളായിരുന്നു. അവസാനം ഞാനും കണ്ണനും കൂടി ആണ് ഇവിടെ തേച്ച് എനിക്ക് എങ്ങനെയെങ്കിലും റൂം സെറ്റ് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ ചെയ്തെടുത്തതാണ്. എനിക്ക് എന്നിട്ടും ഈ ഒരു ഷീറ്റായത് ഫുള്ളും. അപ്പോൾ എനിക്ക് ഷീറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് റെഡ് ഷീറ്റും കൂടി ആയപ്പോൾ എനിക്ക് അത് വേണ്ട. എനിക്ക് അതിന് മേലെ വൈറ്റാണല്ലോ എനിക്കിഷ്ടം. ഞാൻ വൈറ്റിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ കൊടുക്കാം. വൈറ്റ് ക്രേപ്പ് തുണി എനിക്ക് തന്നെ 10-30 മീറ്റർ ബണ്ടിലെടുത്തിട്ട്
ഫുൾ കർട്ടനായിട്ടിട്ട്. അങ്ങനെയാണ് എൻ്റെ റൂം ആദ്യം ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് എനിക്ക് വൈറ്റ് ടേബിൾ എനിക്കിഷ്ടമാണ്. ഞാൻ മറ്റേ കടിൽ ക്ലൗഡ് ആളുടെയൊക്കെ വീഡിയോസ് കണ്ട് എനിക്ക് ഭയങ്കര പ്രാന്താണ് എനിക്ക് ഈ വൈറ്റ് ടേബിൾ. അതിന് മുമ്പോട്ടേ എനിക്കിഷ്ടമാണ്. വെച്ചാൽ നമ്മൾ യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസൊക്കെ കാണത്തില്ലേ, കുറേ പേരുടെ വീഡിയോസ്, അതിനകത്താണെങ്കിൽ ടേബിൾ നിറയെ ഇത്, പിന്നെ പിൻട്രസ്റ്റ് നടന്നാൽ ഇതേ ഉള്ളൂ. അപ്പം എനിക്ക് അങ്ങനത്തെയൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്ക് വൈറ്റ് ടേബിൾ വേണമെന്നുണ്ടായിരുന്നു. ടേബിളിലന്നൊക്കെ 2000-3000, എനിക്കത് അന്നൊരു 1,00,000 അടുത്ത് വില ഉണ്ടായിരുന്നു ഈ 2000-3000. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതും വേണ്ടാന്ന് വെച്ചു. ഞാൻ അതിന് പകരം തേക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടേബിളിൽ അതിന് 400 സംതിങ് എന്തോ ഉണ്ടായുള്ളൂ. ആ ഒരു ടേബിൾ വാങ്ങിയിട്ട് അതിൻ്റെ പുറത്തും വൈറ്റ് ക്രേപ്പ് പൊരിച്ചിട്ട് അതിൽ എൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹം ഞാൻ നിർത്തി വെച്ചു. അങ്ങനെയാണ് എൻ്റെ ആഗ്രഹം, വൈറ്റ് ടേബിൾ എന്നുള്ള ആഗ്രഹം ഞാൻ തീർത്തത് ആ ടൈമിൽ. അത് കഴിഞ്ഞ് പിന്നെയും പൈസ കൂട്ടി അത്യാവശ്യമായപ്പോഴത്തേന് എനിക്ക് ഈ റൂമൊന്നും കൂടി സെറ്റ് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഞാൻ ഈ റൂം ഒന്നും കൂടി ശരിയാക്കി. അതെങ്ങനെയാണ് ശരിയാക്കിയെന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് മറ്റേ എന്തൊരു ബോർഡില്ലേ, അതാണ് ഈ അടിച്ചിട്ടുള്ളത്. അത് മൊത്തം ഇവിടെ ഫുൾ അടിച്ചിട്ട് അതിൽ പെയിൻ്റ് അടിച്ചെടുത്തു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഒരു ടേബിൾ മറ്റേ ആ ഒരു ഈ തുണിയൊക്കെ ഇട്ടേക്കണ ടേബിൾ മാറ്റിയിട്ട് എൻ്റെ ഒരു ആഗ്രഹം എനിക്കൊരു ടേബിൾ വേണമെന്നുണ്ടല്ലോ. പിന്നെ അത്യാവശ്യം പൈസ ഞാൻ സേവ് ആക്കണുണ്ട്. ഞാൻ ചുമ്മാ സേവ് അടിക്കേണ്ട മാത്രം കാര്യമില്ല, എനിക്ക് വേണ്ട കൂടി വാങ്ങണ്ടല്ലേ. അപ്പം എനിക്ക് വേണ്ടി ഒരു ടേബിൾ വാങ്ങി, അതിനെന്തോ 4000 രൂപ എന്തോ ആയി. അങ്ങനെ ടേബിൾ വാങ്ങി, എനിക്ക് ടേബിളിലേക്ക് വേണ്ട കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങി. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു പൊട്ടിപ്പൊളിഞ്ഞ് നാശമായിട്ടിരുന്ന ഫോണിലാണ് ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് ഞാനൊരു 24,000 രൂപ ഫോൺ എടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് കളഞ്ഞപ്പോൾ ഞാൻ അത് മാറ്റി, അതും അതിൻ്റെ കൂടെ ഒരു ഐഫോണും കൂടി എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്യാമറ കുറേ എണ്ണം ഇങ്ങനെ മാറി മാറി എടുത്ത് ഞാൻ കുറേ സാധനങ്ങൾ എനിക്കിങ്ങനെ എൻ്റെ ബിസിനസ് ചെയ്തിട്ട് അതിൽ നിന്ന് കൂട്ടി വെച്ച് ഞാൻ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷം കാര്യം എന്താണെന്നറിയത്തില്ല. ഞാൻ ഇന്ന് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഇന്ന് ആലോചിച്ച്, പ്രത്യേകിച്ച് ഞാൻ ആ മാതൃഭൂമി ന്യൂസിലെ ഒരു ഇൻ്റർവ്യൂ എന്നാണ് അതിന് പറയേണ്ടതെന്ന് അറിയത്തില്ല, അങ്ങനെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ശരിക്കും കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഞാൻ എന്തൊരു കോൺഫിഡൻസിലായി സംസാരിച്ചതെന്ന് വെച്ചാൽ എല്ലാവരും പറയണേ ഞാൻ നാണിച്ചാൽ എല്ലായിടത്തും സംസാരിക്കണം, ശരിക്കും ശരിയാണത്. പക്ഷെ അതിനകത്ത് ലാസ്റ്റ് ഞാൻ കുറച്ച് കാര്യം പറയുന്നുണ്ട്. എനിക്കൊന്നും എന്ത് പറയണമെന്ന് പോലും അറിയാണ്ട് ഞാൻ അതിലൊക്കെ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്നും ഇല്ലെന്ന് ഓർത്തിരിക്കേണ്ട, ഉള്ളത് കൊണ്ട് ചെയ്ത് എല്ലാം ഉണ്ടാക്കാൻ നോക്കുക, അങ്ങനെ എന്തൊക്കെയോ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഞാൻ എന്നെ തന്നെ ഇത് എവിടെ നിന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള ഇത് എനിക്ക് തോന്നി. അതൊക്കെ ഞാൻ ഓർത്തു. എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് ഞാൻ കരഞ്ഞു. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഞാനിവിടെ കാണിക്കട്ടെ. അത് കണ്ട് കരഞ്ഞിട്ട് ഞാൻ പിന്നെ യൂട്യൂബിൽ ഇടാൻ വേണ്ടി ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഞാൻ അത് ഇടുമായിരിക്കും. അങ്ങനെ ഞാൻ കുറേ സാധനം എനിക്ക് വേണ്ടത് വാങ്ങി. അതൊക്കെ കഴിഞ്ഞ് എൻ്റെ വീട് പണി പയ്യനെ അപ്പുറത്ത് നടപ്പുണ്ടായിരുന്നു. കുറച്ച് ആളായപ്പോഴത്തേനും ആ വീട് പണിയുടെ ഇടയിൽ ഞാൻ ആ വീട്ടിൽ നിന്ന് കയറിയപ്പോൾ എനിക്ക് വീട് വേഗം വെച്ച് കഴിയണം എന്നൊരാഗ്രഹം തോന്നി. പിന്നെ ഇപ്പം ഞാനും കൂടി ചേർന്ന് ഇപ്പം ആ വീട് വെച്ചുകൊണ്ടിരിക്കുക. ഇപ്പം അങ്ങനെ എൻ്റെ റൂമിൽ ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ വാങ്ങി വെക്കുക. PC വാങ്ങി, ഇതിൻ്റെ ഇടക്ക് എന്താ പറയേണ്ടത് കുറേ സാധനം. അന്ന് ഞാൻ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിന് എനിക്ക് മര്യാദക്കൊരു നല്ല ഫോൺ ഉണ്ടായില്ല, നല്ലൊരു ചെയർ ഉണ്ടായില്ല. ഇപ്പം അതിന് വരുന്നത് കണ്ടില്ലേ, 2 നല്ല ക്യൂട്ട് ചെയറൊക്കെ എനിക്കുണ്ട്. നല്ല 2 മിഷ്യൻ ഉണ്ട്. അപ്പോൾ ഒരു അലമാരി ഇല്ല, എൻ്റെ ഡ്രസ്സൊക്കെ ബക്കറ്റിനകത്ത് കുത്തിക്കിട്ട് വെച്ചാൽ ഞാൻ ഇപ്പം അലമാരി വാങ്ങിച്ചു, അതിലെല്ലാം വെച്ചേക്കണം. ടേബിള് എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഓർക്കുമ്പോൾ നല്ല സന്തോഷം തോന്നണം. നിങ്ങൾ ആരും ഓർക്കരുത് സ്വയം പുകഴ്ത്തണേ. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊന്നും ഒരിക്കലും അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ എന്തോ എനിക്ക് ഭയങ്കര സന്തോഷം. കൂടെ ഇന്ന് ഞാനിതൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേനും അച്ഛനെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് നമുക്ക് വാതിലും ജനൽ വെക്കാനായിട്ടുള്ള ആൾ വിളിച്ചിട്ടുണ്ട് എന്നിട്ട് സ്പീക്കറിലായിട്ട് സംസാരിക്കുമ്പോൾ പുള്ളി പറഞ്ഞ് മോളോട് കൂടി ചോദിച്ചിട്ട് വേണം പറയാൻ. അപ്പോഴത്തേനും എനിക്ക് ഭയങ്കര പ്രൗഢം വെച്ചാൽ ഒരു വീട് പണിയുടെ കാര്യത്തിൽ എന്നോടും കൂടി അഭിപ്രായം ചോദിക്കണം. അതുപോലെ തന്നെ ഞാൻ അഡ്വാൻസ് കൊടുക്കണം. ഇന്നിപ്പോൾ അഡ്വാൻസ് കൊടുക്കാൻ ഞാൻ ചെയ്ത പൈസ ഒന്നും അഡ്വാൻസ് ഒക്കെ എടുത്തിട്ടുണ്ടെന്നപ്പോൾ എനിക്കതെങ്ങനെ പറഞ്ഞു തന്നെന്നറിയില്ല. ഇതൊക്കെ നല്ലതാണോ ചീത്തയാണോ, ഞാനിങ്ങനെ ചീത്തയായിട്ടാണ് ഞാൻ ആലോചിക്കണേന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഇത്രയൊക്കെ ആവുമെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചതേ ഇല്ല. പക്ഷേ ഞാനൊരു മടിച്ചുകോതയായിരുന്നു പണ്ട്. എനിക്ക് വീട്ടു ജോലി ഒന്നും ചെയ്യാനേ എനിക്ക് ഇഷ്ടമേ അല്ല, സത്യം പറയല്ല. അപ്പോഴത്തേന് ഞാൻ ഓർത്തു ഞാൻ ഒരിക്കലും ഒന്നും ആവില്ലെന്ന്. പക്ഷേ എനിക്ക് അതൊഴിച്ച് എൻ്റെ ഡ്രീംസിന് വേണ്ടി ഞാൻ എല്ലാം ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് എങ്ങനെ തോന്നുന്നു എന്നുവെച്ചാൽ എനിക്ക് സ്റ്റിച്ച് ചെയ്യാനൊന്നും ഒരു മടിയില്ല, ഞാൻ അതൊക്കെ ചെയ്യും. ഞാൻ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണ ആളാണെന്നൊക്കെ
അപ്പം എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്നുണ്ടല്ലേ ഞാൻ. അപ്പം ഞാൻ ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ ഒന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കണ്ടാവും. ചിലവരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും ചിലപ്പോൾ എനിക്കൊരു കഴിവില്ല അങ്ങനെയൊക്കെ പല രീതി ആലോചിക്കുന്ന ആൾക്കാരില്ലേ, അവരൊക്കെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കഴിവ് എന്തായാലും ഉണ്ടാവും. ദൈവം എന്തെങ്കിലും തരാണ്ട് വിട്ടിട്ടുണ്ടാവില്ല, അതെന്താണെന്ന് കണ്ടുപിടിക്കുക. പിന്നെ അതിനുവേണ്ടി കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ കുറേയൊക്കെ ചിലപ്പോൾ ചെയ്യുമ്പോഴൊന്നും ശരിയാവത്തില്ല, പക്ഷെ അന്നും പറഞ്ഞ് നമ്മളത് നിർത്തിപ്പോരുത്. നമ്മൾ പിന്നെയും ചെയ്യണം. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു സക്സസ് ആവും. ഞാൻ കുറേ കാര്യങ്ങൾ ഇതെന്തായാലും സക്സസ് ആവും എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ക്യാമറയിൽ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു കൂടി ക്യാമറ എടുത്തിട്ട് പോയി വീഡിയോസ് എടുത്തിട്ടുണ്ട്, കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആയി ഞാൻ അവസാനം എനിക്ക് തോന്നുന്നു അതൊക്കെ ദൈവം എന്നെ പരീക്ഷിക്കാൻ വേണ്ടി എനിക്ക് ചെയ്തതായിരിക്കും. അവസാനം ഞാൻ വിട്ടുകൊടുത്തില്ല, തോക്കാൻ കഴിയില്ല എന്നാൻ്റെ മുമ്പിൽ. അതുകൊണ്ടിട്ട് ഞാൻ പിന്നെയും വീഡിയോസ് ഇട്ടു. അത് നല്ലോണം കയറി. എന്നെ ഇഷ്ടമില്ലാത്തവരാരും ഇപ്പോൾ എന്നെ കാണുമ്പോൾ ചിരിക്കും, എന്നോട് സംസാരിക്കും. എനിക്ക് പണ്ടൊന്നും ആരും എന്നോട് മിണ്ടത്തോലും ഉണ്ടായില്ല, എന്നെ ആർക്കും ഇഷ്ടമില്ലായിരുന്നു. ഇപ്പോൾ പക്ഷേ എല്ലാവർക്കും എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര പ്രൗഡാന്നൊക്കെ പറയുമ്പോഴത്തേനും എനിക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ റൂമൊക്കെ ഞാൻ ഒന്നും കൂടി സെറ്റാക്കണം, ഒന്നും കൂടി നിങ്ങൾ കാണുക. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ റൂമിൻ്റെ ഇപ്പോഴത്തെ കോലം. ഞാനൊന്ന് പെക്ക് ബോർഡ് വന്നപ്പോൾ തന്നെ എനിക്ക് ആക്രാന്തം മൂത്ത് ഞാൻ ആ ഒരു ഫോട്ടോ ഫ്രെയിം വെച്ചിട്ടില്ലേ അവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വൈകുന്നേരം തിരിച്ച് വീട്ടിൽ വന്ന് നോക്കുമ്പോഴത്തേനും എല്ലാം കൂടി തകർന്ന് നിലത്ത് കിടക്കുമായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഇവിടെ ഫുള്ളായിട്ട് വെക്കാൻ വേണ്ടി ഫുൾ നിരപ്പായിട്ടുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയൊക്കെയോ ആണ് കേട്ടോ ഇവിടെ മൊത്തം ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. പുതിയ വീട് വെച്ച് കഴിയുമ്പോൾ നമുക്ക് അതെല്ലാം കൂടി അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അതുവരെ ഇത് ഇവിടെ ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പയ്യനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പൊക്കത്തായിട്ടൊരു ടേപ്പ് ഒട്ടിച്ചായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവിടെ ഞങ്ങൾക്ക് നല്ല രീതിക്ക് വെള്ളം ചോരുമായിരുന്നു. അവിടെ ഞാൻ എപ്പോഴും ഒരു പാത്രം എപ്പോഴും വെക്കുമായിരുന്നു. അതുകൊണ്ടിട്ട് ഞാൻ ഷോപ്പിൽ പോയപ്പോഴത്തേക്കിനും ഒരു ടേപ്പ് കണ്ടിട്ടുണ്ടായി. അപ്പോൾ അടിച്ചു പറഞ്ഞ് ഇതിന് വേണ്ടിയിട്ടുള്ളതാന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ അതും കൂടി വാങ്ങി അവിടെ ഫുൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളം ഇപ്പോൾ അതുകൊണ്ട് നല്ല രീതിക്ക് വന്നില്ല, നല്ല രീതിക്കെന്നല്ല ഒട്ടും തന്നെ വന്നില്ല കേട്ടോ. പിന്നെ അവിടെ ഉണ്ടായിരുന്ന തുണിയും കാര്യങ്ങളൊക്കെ മാറ്റി അവിടെയൊക്കെ ഒന്ന് ഒതുക്കിപ്പെറുക്കി വെച്ച്, പിന്നെ ടേബിളിലാണെങ്കിലും ഞാൻ കുറേ വർക്കും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ നിറയെ സാധനങ്ങളൊക്കെ ഉണ്ടായി. അപ്പം ഞാൻ അതും കൂടെ എല്ലാം ഒന്ന് മാറ്റി ഒതുക്കി വെച്ചിട്ടുണ്ടായി. അതെല്ലാം ഒന്ന് ഒതുക്കി കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു ടേബിൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്രയും ഒരു ഭാഗമെങ്കിലും വലിയാക്കും മെനക്ക് വന്നപ്പോഴത്തേനും. ഒന്നാമത്തെ കാര്യം എൻ്റെ ടേബിളും കാര്യങ്ങളും എൻ്റെ റൂമൊന്നും എപ്പോഴും ഇങ്ങനെ വൃത്തിയായിട്ടിരിക്കത്തില്ല. കാരണം ഞാൻ എപ്പോഴും സ്റ്റിച്ച് ചെയ്യണം, ഈ റൂമിൽ ഇരുന്നുകൊണ്ടായതുകൊണ്ടിട്ട് എപ്പോഴും തുണി കാര്യങ്ങൾ കത്രിക അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം എപ്പോഴും ഈ ടേബിളിൻ്റെ പുറത്ത് ഉണ്ടാകാറുണ്ട്. ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഇങ്ങനെ സമയം കിട്ടുമ്പോൾ മാത്രം ഞാൻ ഇതൊക്കെ ഒതുക്കി പെറുക്കി അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെ മാത്രമേ എനിക്ക് ആകെ വീഡിയോ എടുക്കാൻ ടൈം കിട്ടാറുള്ളൂ സത്യം പറഞ്ഞാൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ പഴയ ടേബിളും കൂടി കുറച്ചൊന്ന് ഒതുക്കി. അതിനകത്ത് എൻ്റെ അപ്പയുടെ ഫോട്ടോ ഉണ്ട് ഞാൻ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് ആ സ്ഥലം എല്ലാം ഒന്ന് തൂത്ത് തുടച്ചെടുത്തിട്ടുണ്ടായിന്. പിന്നെ ആ ഒരു ലൈറ്റുള്ള ലാമ്പില്ലേ, ശരിക്കും അതിനകത്ത് ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഞാൻ ചുമ്മാ ഒരു ഷോയ്ക്ക് വേണ്ടി വാങ്ങി വെച്ചേക്കണത്. അത് ബാക്കിയുള്ള സാധനമൊക്കെ മേടിക്കാനൊന്നും എനിക്ക് കഴിയില്ലായിരുന്നു, ചുമ്മാ അവിടെ വെച്ചേക്കണതാണ്. എനിക്ക് പുതിയ വീടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വേണം നല്ലൊരെണ്ണം നല്ല അടിപൊളി സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ വാങ്ങിയിട്ട് വെക്കാം. ഇപ്പം എന്തായാലും നമുക്ക് ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ഈ റൂം ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണോട്ടെ. എനിക്ക് എൻ്റെ റൂം ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇതിനേക്കാളും വലിയക്കാട്ട് റൂമൊക്കെ കാണുമ്പോഴത്തേന് എൻ്റെ പുതിയ വീട് വേഗം ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു പണി. അപ്പോഴത്തേനും എനിക്ക് ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ഇതിനേക്കാൾ ഭംഗിയായിട്ട് എനിക്ക് സെറ്റ് ചെയ്യാമെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. എനിക്ക് കുറച്ച് ഷൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഇതിൻ്റെ അടിയിൽ ഞാനിട്ട്. ഇതല്ലാണ്ട് വേറെയും കുറേ ഉണ്ടായിരുന്നിട്ടാ. ഞാൻ കുറേയൊക്കെ കളഞ്ഞ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇട്ട് യൂസ് ചെയ്ത് നശിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വെറുതെ ഇങ്ങനെ വെച്ചാൽ കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല, പിന്നെ ഞാൻ യൂസ് ചെയ്യണമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെയുള്ളതൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നിട്ട് പിന്നെ നല്ലത് മാത്രമേ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളേ. അത് കഴിഞ്ഞ് ഈ ഒരു ഇതിനകത്തുണ്ടായിരുന്നതും എല്ലാം കൂടി ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആ ഒരു റെഡ് ബോക്സ് ഇരിക്കണം, അത് ശരിക്കും ഗീവ് അവേ ഗിഫ്റ്റാണ് കേട്ടോ. എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇതുപോലെ ആയിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും കൂടി പറയേ.